ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സിൻ്റെ 176 മുതൽ 200 വരെയുള്ള MCQ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറയുന്നത്. 176 കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും നിയമനിർമ്മാണം നടത്താൻ കഴിയുന്ന വിഷയങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ആൻസർ ഡി ആണ്, കൺകറൻറ്റ് ലിസ്റ്റ്. 177 ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ അതിരുകൾ മാറ്റാനുള്ള അധികാരം ആർക്കാണ്? ആൻസർ ബി ആണ്, പാർലമെൻറ്റിനാണ് അതിനുള്ള അധികാരമുള്ളത്. 178 കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻറ് ഇൻ എയ്ഡ് നൽകാറുണ്ട്. ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗ്രാൻറ് ഇൻ എയ്ഡ് നൽകുന്നത്? ഗ്രാൻറ് ഇൻ എയ്ഡ് എന്ന് പറയുന്നത് പൈസ കൊണ്ടുള്ള സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രം നൽകുന്ന സഹായമാണ്. അത്തരത്തിലുള്ള സഹായങ്ങൾ നൽകണമെങ്കിൽ ഈ കമ്മിറ്റിയുടെ നിർദ്ദേശം വേണം, എങ്കിലേ കൊടുക്കാൻ കഴിയുള്ളൂ. അതേത് കമ്മിറ്റിയുടെ നിർദ്ദേശം ആണ് വേണ്ടത്? ആൻസർ സി ആണ്, ഫൈനാൻസ് കമ്മീഷൻ്റെ നിർദ്ദേശമാണ് വേണ്ടത്. 179 ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണ്? ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള സഹകരണം സുഗമമാക്കുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെടുന്ന സ്ഥാപനമാണ് ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ രൂപീകരിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? ആൻസർ ബി ആണ്, പ്രസിഡൻറ്റിനാണുള്ളത്. 180 ജഡ്ജിമാരുടെ ശമ്പളം കുറക്കാൻ കഴിയും. ഏത് വകുപ്പ് പ്രകാരമാണ്, ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് അതിനുള്ള അധികാരമുള്ളത്? ആൻസർ സി ആണ്, ആർട്ടിക്കിൾ 360 പ്രകാരം. 181 ഒരു വ്യക്തിയെ നിയമവിരുദ്ധമായി തടങ്കലിൽ വെക്കുന്നത് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ട് ഏതാണ്? നിയമവിരുദ്ധമായി ഒരാളെയും തടങ്കലിൽ വെക്കാൻ പാടില്ല. അങ്ങനെ തടങ്കലിൽ വെക്കുന്നതിന് ചോദ്യം ചെയ്യപ്പെടുന്ന റിട്ട് ഏതാണ്? ആൻസർ എ ആണ്, ഹേബിയസ് കോർപ്പസ് എന്നുള്ള റിട്ടാണ്. 182 ഇന്ത്യയിലെ ഹൈക്കോടതികൾക്ക് എന്തിനുള്ള അധികാരമാണ് ഇല്ലാത്തത്? അവർക്ക് ഉപദേശാധികാര പരിധി ഇല്ല എന്നുള്ളതാണ്. ആൻസർ സി ആണ്, അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നുള്ള സവിശേഷത ഹൈക്കോടതിക്ക്, അതിന് പ്രത്യേക പരിധികളില്ല. 183 9ാം ഷെഡ്യൂളിന് കീഴിലുള്ള വ്യവസ്ഥകൾ എന്തൊക്കെയാണ് പറയുന്നത്? ആൻസർ ബി ആണ്, കോടതിയെയോ കോടതി നിയമങ്ങളെയോ വെല്ലുവിളിക്കാനുള്ള അധികാരം ഇല്ല, ഒരാൾക്കും തന്നെ ഇല്ല എന്നുള്ളതാണ് ഷെഡ്യൂൾ 9ാം ഭാഗത്തിൽ പറയുന്നത്. 184 ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഇന്ത്യയിലെ സുപ്രീം കോടതി സ്ഥാപിക്കപ്പെട്ടത്? ഇന്ത്യയിലെ പരമോന്നത നീതിപീഠമാണ് സുപ്രീം കോടതി. ആ സുപ്രീം കോടതി ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിക്കപ്പെട്ടത്? ആൻസർ ബി ആണ്, 124ാം ആർട്ടിക്കിൾ പ്രകാരമാണ് രൂപീകരിച്ചിട്ടുള്ളത്. 185 ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം നൽകുന്നത്? ആൻസർ സി ആണ്, 226ാം വകുപ്പ് പ്രകാരമാണ്. 186 സുപ്രീം കോടതിയുടെ അധികാരം വിപുലീകരിക്കാൻ കഴിയും ആർക്ക്? ആൻസർ ബി ആണ്, പാർലമെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ നീട്ടാവുന്നതാണ്. 187 സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യാം. ഏത് വിധേനയാണ് നീക്കം ചെയ്യാൻ കഴിയുക? ആൻസർ ബി ആണ്, ഇംപീച്ച്മെൻറ്റിലൂടെയാണ് നീക്കാൻ കഴിയുക. സുപ്രീം കോടതി ജഡ്ജിയെ നീക്കം ചെയ്യുന്നതിന് തന്നെ പറയുന്ന പേരാണ് ഇംപീച്ച്മെൻറ്റ് എന്നുള്ളത്. അത് പാർലമെൻറ്റിൻ്റെ അധികാരത്തോടു കൂടെ ചെയ്യുന്നതാണ്. 188 ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിളാണ് സുപ്രീം കോടതിയുടെ ഉപദേശാധികാര പരിധിയെക്കുറിച്ച് പറയുന്നത്? ആൻസർ സി ആണ്, ആർട്ടിക്കിൾ 143 പ്രകാരമാണ് പറയുന്നത്. 189 ജുഡീഷ്യൽ റിവ്യൂവിനെ കുറിച്ച് ഏത് ഷെഡ്യൂളിലാണ് പറയുന്നത്? ആൻസർ ബി ആണ്, 9ാമത്തെ ഷെഡ്യൂളിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. 190 സുപ്രീം കോടതിയുടെ അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ
എന്ന സവിശേഷത ഏത് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? ആൻസർ ഡി ആണ്. കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ് അഡ്വൈസറി ജൂറിസ്ഡിക്ഷൻ എന്നുള്ള കാര്യം നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത്. 191. ഇന്ത്യയിലെ നിയമനിർമ്മാണ സഭയ്ക്ക് അധികാരമുണ്ട്. എന്തിനുള്ള അധികാരമാണ് ഉള്ളത്? ആൻസർ എ ആണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഭേദഗതി വരുത്താതിരിക്കാൻ, അതിനെ സംരക്ഷിച്ചു നിർത്താനുള്ള അധികാരം ഇന്ത്യയിലെ ലെജിസ്ലേച്ചറിന്, നിയമനിർമ്മാണ സഭയ്ക്ക് ഉണ്ട്. 192. പ്രിവൻറ്റീവ് ഡിറ്റൻഷൻ എന്നതൊരു നിയന്ത്രണമാണ്. പ്രിവൻറ്റീവ് ഡിറ്റൻഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദേശീയ സുരക്ഷയുടെ ഭാഗമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് തടങ്കലിൽ വെക്കാനുള്ള അധികാരത്തെയാണ് പ്രിവൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത്. അതൊരു നിയന്ത്രണമാണ്. അത് ഏതടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിയന്ത്രണം നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുക? ആൻസർ സി ആണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 21 പ്രകാരമാണ് ഇങ്ങനെ ഒരു നിയന്ത്രണം നമുക്ക് ഏർപ്പെടുത്താൻ കഴിയുക. 193. താഴെ നൽകിയതിൽ ഉദാരവൽക്കരണത്തിൻ്റെ ഫലം ഏതാണ്? അതിനെ തുടർന്നുണ്ടാകുന്ന കാര്യം എന്താണ്? ഉത്തരം എ ആണ്. 194. വർഗീയതയിൽ അടങ്ങിയിരിക്കുന്നത് എന്താണ്? ആൻസർ ഡി ആണ്. വിരുദ്ധമായ അവകാശവാദങ്ങൾ. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭരണഘടനയ്ക്കും രാജ്യത്തിനുമൊക്കെ വിരുദ്ധമായ അവകാശവാദങ്ങളാണ് വർഗീയതയിൽ ഉണ്ടാവുക. 195. വർഗീയത എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ്. എന്തിനോടാണ് എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്? ആൻസർ എ ആണ്. മതേതരത്വ സംവിധാനങ്ങളോട് എതിർപ്പ് പ്രകടിപ്പിക്കുന്നതാണ്. 196. ആഗോളവൽക്കരണം എന്തിനാണ് പ്രാധാന്യം നൽകുന്നത്? ആൻസർ ഡി ആണ്. കൺസ്യൂമറിസം. പരമാവധി ഉപഭോക്താക്കളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഗോളവൽക്കരണം പ്രാധാന്യം നൽകുന്നത്. 197. സുപ്രീം കോടതിയുടെ യഥാർത്ഥ അധികാര പരിധി എവിടെയാണ് പ്രതിപാദിക്കുന്നത്? ആൻസർ എ ആണ്. ആർട്ടിക്കിൾ 131 പ്രതിപാദിക്കുന്നത്. 198. സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? രാഷ്ട്രപതിക്ക് സുപ്രീം കോടതിയെ സമീപിച്ചുകൊണ്ട് വേണമെന്നുണ്ടെങ്കിൽ ചില നിയമങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താനും അപേക്ഷകൾ സമർപ്പിക്കാനും ഒക്കെയുള്ള അധികാരമുണ്ട്. ഉദാഹരണത്തിന് വധശിക്ഷ വിധിക്കപ്പെട്ട ഒരാൾക്ക് വേണമെങ്കിൽ രാഷ്ട്രപതിയുടെ ഉപദേശപ്രകാരം ഒഴിവാക്കി കൊടുക്കാവുന്നതാണ്. അങ്ങനത്തെ വിശിഷ്ടമായ അധികാരങ്ങൾ രാഷ്ട്രപതിക്കുണ്ട്. അതിനുവേണ്ടി സുപ്രീം കോടതിയെ സമീപിക്കാവുന്നതാണ്. അത് ഏത് ആർട്ടിക്കിൾ പ്രകാരം ആണ്? ആൻസർ ബി ആണ്. 143 പ്രകാരമാണ്. 199. സഭയിൽ ഒരു ബില്ല് പാസ്സാക്കുന്നതിനുള്ള നടപടിക്രമങ്ങളുടെ രീതി എങ്ങനെയാണ്? ഒരു ബില്ല് പാസ്സാക്കിയെടുക്കാൻ ഏത് സ്റ്റെപ്പാണ് താഴെ വരുന്നവയിൽ ഉള്ളത്? ബി. ഓപ്ഷൻ ബി ആണ് ശരി. ഫസ്റ്റ് റീഡിംഗ്, സെക്കൻഡ് റീഡിംഗ്, കമ്മിറ്റി സ്റ്റേജ്, റിപ്പോർട്ട് സ്റ്റേജ്, തേർഡ് റീഡിംഗ്. ഈ രീതിയിലാണ് ഒരു ബില്ല് പാസ്സാക്കിയെടുക്കുന്നത്. 200. ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഭരണഘടനയുടെ കാവൽക്കാരൻ ആരാണ്? അതിനെ സുരക്ഷിതമായി നിർത്തുന്നത് ആരാണ്? ആൻസർ ബി ആണ്. ജുഡീഷ്യറി, നീതിന്യായ അഥവാ കോടതി സംവിധാനങ്ങളാണ് ഭരണഘടനയുടെ കാവൽക്കാരനായിക്കൊണ്ട് അറിയപ്പെടുന്നത്. ഇതോടുകൂടെ നമ്മുടെ ഇന്ത്യൻ ഗവൺമെൻറ് ആൻഡ് പൊളിറ്റിക്സിൻ്റെ 200 ക്വസ്റ്റ്യൻസും നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ.